ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജീരകമൈലാഞ്ചി എങ്ങനെ റെഡിയാക്കാം എന്നുള്ള വീഡിയോയുമായിട്ടാണ്. മൈലാഞ്ചി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുമില്ല. അപ്പം വീടുകളിൽ നമുക്ക് നല്ല എളുപ്പത്തിലൊരു മൈലാഞ്ചി റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ മൈലാഞ്ചി ഇടാത്ത വിരലുകളിൽ നമുക്കൊന്ന് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജീരകമാണ്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും റെഡിയാക്കി വയ്ക്കണം. പിന്നീട് വേണ്ടതാണ് ചായപ്പൊടി. നല്ല കടുപ്പമുള്ള ചായപ്പൊടി തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ചായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജീരകമൈലാഞ്ചി റെഡിയാക്കാനായിട്ട് ഒരു ടിന്ന് വേണം. അത് നല്ല ഏതെങ്കിലും പഴയ പാത്രങ്ങളാണെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഞാനിവിടെ എൻ്റെ ഒരു പഴയൊരു കപ്പാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ആ കപ്പിലേക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഗ്ലാസ് എടുത്ത് വയ്ക്കുക. അപ്പം ഞാനിതിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അളവുകളെല്ലാം നോക്കാം. ജീരകമൈലാഞ്ചിക്ക് ആദ്യമായിട്ട് ജീരകം തന്നെ റെഡിയാക്കി എടുക്കാം. അതിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് നമുക്കിതിനകത്ത് വ്യത്യാസം വരുത്താം. ഞാനിവിടെ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. പിന്നീട് എടുക്കേണ്ടത് 2 ടീസ്പൂൺ പഞ്ചസാര. സ്പൂണിൽ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നീട് എടുക്കേണ്ടത് ചായപ്പൊടിയാണ്. ചായപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മൈലാഞ്ചിയാണിത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കെമിക്കൽ അടങ്ങാത്ത മൈലാഞ്ചിയാണ്. അപ്പം നമുക്കിങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നീട് എടുക്കേണ്ടത് മാവ് പൊടിയാണ്. കുറച്ച് മാവ് പൊടി മതി. മൈദയാണ് എടുത്തിരിക്കുന്നത്, മൈദ മാവ്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ഗ്ലാസ് വെള്ളവും വേണം. അപ്പം നമുക്ക് ഇനി റെഡിയാക്കി തുടങ്ങാം. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജീരകവും പഞ്ചസാരയും നമ്മളുടെ ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ അതിൻ്റെ സൈഡ് വശങ്ങളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ എടുത്തിരിക്കുന്ന കപ്പിൻ്റെയോ അല്ലെങ്കിൽ ടിന്നിൻ്റെയോ സൈഡ് വശങ്ങളിലേക്കായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളുടെ ഗ്ലാസ് അതിനകത്ത് ഇറങ്ങിയിരിക്കാനുള്ള സ്ഥലം ഇട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമുക്ക് സൈഡ് വശങ്ങളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് വീണ് കിടക്കുന്നത് ഇങ്ങനെയൊന്ന് മാറ്റി കൊടുക്കാം. നമ്മളുടെ ഗ്ലാസ് കറക്റ്റായിട്ട് ഇതിനകത്ത് ഇറങ്ങിയിരിക്കത്തക്ക രീതിയിൽ വേണം ഇതിങ്ങനെ മാറ്റി കൊടുക്കേണ്ടത്. അപ്പം ഞാനിതിവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്ലാസ് അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നല്ല എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നൊരു മൈലാഞ്ചിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് അടയത്തക്ക രീതിയിലുള്ളൊരു പാത്രം കൂടി വേണം അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പം ഞാനിതിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കുന്ന അടപ്പ് പാത്രം വേണം നമുക്കിതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജോയിൻസിൽ ഒരു തുണി വേണമെങ്കിലും ചുറ്റി കൊടുക്കാം. ആവി ഒട്ടും പുറത്ത് പോകാൻ പാടില്ല. അപ്പം ഞാനിതിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 1/2 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഞാനിവിടെ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പം നമ്മളുടെ മൈലാഞ്ചിയുടെ ആവിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആവി ഇങ്ങനെ പുറത്ത് പോകാൻ പാടില്ല. അപ്പം ഞാൻ അതിൻ്റെ മുകളിലായിട്ടൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവി പുറത്ത് പോകാത്ത രീതിയിൽ വേണം നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ആവി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈലാഞ്ചിയുടെ വെള്ളം കുറച്ചേ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ആവി ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മളുടെ വെള്ളം ഇവിടെ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ മൈലാഞ്ചി ഇനി നമുക്കൊന്ന് പാകമായോ എന്ന് നോക്കാം. ഒരു 5 മിനിറ്റോളം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗവിന്മേൽ. അപ്പം നമുക്കിനി അതൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. നമ്മളുടെ മൈലാഞ്ചി അവിടെ റെഡി ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു മൈലാഞ്ചിയാണ്. അപ്പം നമ്മളുടെ മൈലാഞ്ചി ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം.
അപ്പം നമ്മളുടെ മൈലാഞ്ചിയുടെ വെള്ളം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നല്ല കളറും കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക്, ചെറിയൊരു പാത്രത്തിലേക്ക് മിക്സിങ്ങിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ. ഇനി നമുക്ക് നന്നായിട്ടിത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യമായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന മാവ് പൊടി വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മൈദാമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറേശ്ശെ ആയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെ നമ്മളുടെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഒരു ജീരക മൈലാഞ്ചി റെഡിയാക്കി എടുക്കാൻ പറ്റും വീടുകളിൽ. നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നമ്മളുടെ വിരലുകളിൽ ഇട്ട് കൊടുക്കാം, നഖത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഓവർനൈറ്റ് ഇടുന്നതാണ് നല്ലത്. കാരണം രാത്രിയിൽ നമ്മൾ കിടക്കാൻ നേരത്ത് ഇട്ടാൽ നേരം വെളുക്കുമ്പോൾ നല്ല കളറ് കിട്ടും, നല്ല ചുവന്ന് വരും. എല്ലാവർക്കും റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നമ്മളുടെ വീടുകളിൽ എപ്പോഴും സുലഭമായിട്ടുള്ള 2-3 വസ്തുക്കൾ വെച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മൈലാഞ്ചിയാണ്. ട്യൂബുകളിലേക്ക് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് വരച്ചെടുക്കാം നമ്മളുടെ കൈകളിൽ. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.